KSU വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഷമാസ്. ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൻ്റെ ക്ലോസ് ഫ്രെയിമിൽ KSU നേതാക്കൾ കൊണ്ടുവന്ന കറുത്ത തുണി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ MV ജയരാജൻ പറയുന്നത് ആ തുണി അങ്ങനെ വന്ന് നമ്മുടെ വീടില്ലല്ലോ, കൈയില്ലാതെ എന്നാണ്. അല്ല, അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ ഡോക്ടർ അരുൺ, ഓ, ഈ ദൃശ്യങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഈ കരിങ്കൊടി പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് രണ്ട് വിഷ്വലുകൾ അത് വ്യക്തമാണ്. ഇതിങ്ങനെ ഈ പറഞ്ഞ കരിങ്കൊടിയാണല്ലോ ഇവരിപ്പോ ഈ FIR പറഞ്ഞ എന്തോ വലിയ ആയുധം കൊണ്ട് മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നത്. ഉം. ഇത് ഓരോ സമയത്തും ഇവരിങ്ങനെ CPM നേതാക്കന്മാർ ഇത്തരം ന്യായീകരണ വാദങ്ങൾ ഉയർത്തുന്ന വഴി പ്രതിരോധത്തിലാവുകയാണ്. എങ്ങനെയാണ് ഇതിപ്പോ പൊതുജനങ്ങളാകെ ഇപ്പം ഒരു സാമാന്യ യുക്തിക്ക് താങ്കൾ തന്നെ ഇന്നലെ ഇഴകീറി പരിശോധിച്ചിട്ടും KSU പ്രവർത്തകർ മന്ത്രിയുടെ തൊട്ടടുത്ത് എത്തുന്നതോ അല്ലെങ്കിൽ മന്ത്രിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതോ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളും ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ ഉൾപ്പെടെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും അവരുടെ ഇല്ലില്ല, ഇന്നലെ ആ ക്യാമറ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല, അത് വാസ്തവമാണ്. ഷമാസ്, എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പോൾ അങ്ങേക്ക് ഈ ദൃശ്യം കാണാൻ പറ്റുന്നുണ്ടോ? മന്ത്രി ഇങ്ങനെ തള്ളി മാറ്റുന്ന ഒരു വെളുത്ത ഷർട്ട് ധരിച്ചയാൾ, അത് KSU പ്രവർത്തകരാണോ അതല്ല പോലീസ് മഫ്റ്റിയിലുള്ള പോലീസാണോ? ഞങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി അത് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല മന്ത്രിയുടെ ഞാൻ തൊട്ടടുത്ത്. ഈ ദൃശ്യം അല്ല ഈ പറയപ്പെടുന്ന ദൃശ്യത്തിൽ കാണുന്ന മന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നതിലാണ് KSU പ്രവർത്തകർക്ക് മന്ത്രിയുടെ തൊട്ടടുത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഒരു നിങ്ങൾ ഞാൻ ഒരു ഈ വെളുത്ത ഉടുപ്പുള്ള ഒരാളെ മന്ത്രിയുടെ തൊട്ട് മുന്നിൽ ഒരു ഗ്ലാൻസ് നമുക്ക് കാണാം, ഒരു മിന്നായം പോലെ. അല്ല, അങ്ങനെ ഈ പറഞ്ഞ മിന്നായം പോലെ കാണുന്ന ഇവർ ഈ പറഞ്ഞ നേരത്തെ തന്നെ ചില CPMന്റെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലീസുകാരുടെ കയ്യിൽ ഉൾപ്പെടെ ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ കറുത്ത തുണിയുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ ഈ പറഞ്ഞ മന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ആ പരിസരത്ത് മന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് റൈറ്റ്. KSU പ്രവർത്തകർക്ക് ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കൃത്യമായ ബോധ്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇന്നലെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതേ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. മന്ത്രിയുടെ കൂടുതൽ കള്ളങ്ങൾ വരും സമയങ്ങളിൽ പൊളിച്ചെടുക്കുന്ന നമുക്ക് ആ രീതിയിലേക്കുള്ള CCTV കാര്യങ്ങൾ ദൃശ്യങ്ങൾ ഷമാസ് ശേഖരിക്കാൻ വല്ല വഴിയുണ്ടോ? നമുക്ക് അതിലാണ് കുറച്ചുകൂടി ടോപ്പ് ആംഗിളിൽ ഡോക്ടർ അരുൺ നിന്നാലേ മനസ്സിലാവും. ഡോക്ടർ അരുൺ അത് എനിക്ക് മനസ്സിലാക്കുന്നത് സാധാരണ ഒരു അവസ്ഥ വെച്ചിട്ട് CPMനും പറഞ്ഞ മന്ത്രിക്കും അനുകൂലമായ ദൃശ്യങ്ങൾ അതിനകത്തില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒന്നിക്കൽ അത് കത്തിപ്പോവാതെ തീ പിടിക്കാതെ കിട്ടിയാൽ ഭാഗ്യമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വിടണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇത്രയും ആർജവത്തോടുകൂടി നിങ്ങൾ മന്ത്രിക്ക് ആക്രമണം നേരിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാനുള്ള ധൈര്യം സർക്കാരും പോലീസും കാണിക്കണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ KSUവിന് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ആ കറുത്ത കൊടി വന്ന് വീണത് പോലീസുകാർ പിടിച്ചു വാങ്ങിയ കറുത്ത കൊടി വന്ന് വീണതായിരിക്കാം എന്നതാണ് അങ്ങ് കണക്കാക്കുന്നത്, അല്ലേ ഷമാസ്? അത് ഇന്നലെ മുതൽ ഈ വിഷയത്തെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പല രീതിയിൽ പല ആംഗിളിൽ. അങ്ങനെ ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു തുണിയുടെ കാര്യം പറഞ്ഞിപ്പോ ഇതിന് ഇന്നലെ മഹാ ആയുധമാണല്ലോ തുണിയൊക്കെ, ആ ആയുധമൊക്കെ ഇങ്ങനെ തുണിയായി മാറുന്നു. അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇന്നലെയും ഇവരെ രാത്രി 2:43 കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഉൾപ്പെടെ അവരുൾപ്പെടെ വിശദമായി സംസാരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള ഈ പറയപ്പെടുന്ന രീതിയിലുള്ള സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന. മന്ത്രിയും ബന്ധപ്പെട്ട CPM നേതാക്കന്മാരുടെയും തിരക്കഥയും നാടകവും അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ ഏതോ CPM സൈബർ ഹാൻഡിലുള്ള വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പ്രചരിപ്പിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായി തന്നെയാണ്. ഞങ്ങൾ എന്തായാലും ഇതിന്റെ വസ്തുതകൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. താങ്ക് യു ഷമാസ്. ഷമാസ് ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.